ബസൂക്ക. സോ ബസൂക്കനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഞാൻ സിനിമ കണ്ടത് തൃശ്ശൂർ രാഗത്തിലാണ്. തൃശ്ശൂർ ടൗണിൽ ഏതൊക്കെ ആക്രി കടയോ പെട്ടി കടയോ ചായക്കടയുണ്ടോ എല്ലാത്തിൻ്റെയും പരസ്യം ഇട്ടു. പരസ്യം എന്ന് പറഞ്ഞ ടൈമിനകം അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്തത്. ഇത്രയും നേരം ആഡ് പോട്ടെ, നമ്മളത് കണ്ട് സഹിച്ചു. അതും നിർത്തിയത് തന്നെ ആൾക്കാർ ഇരുന്നിട്ടായിരുന്നു. പോട്ടെ, നമുക്ക് വിട്ടുകളയാം. അത് കഴിഞ്ഞ് ഇന്റർവെല്ലിന് ഇത് തന്നെ ഒരു അരമണിക്കൂർ ആഡ്. കണ്ട് 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 മീൻസ് എനിക്ക് സിനിമയിൽ ഇന്റർവെല്ലും ആഡും തീരെ താല്പര്യമില്ലാത്ത. എന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ ആ സിനിമയിലേക്ക് ഇന്നായ നമ്മളെ പിന്നെ അത് പുറത്തേക്ക് എടുക്കുകയാണ്. ആ സമയത്താണ് ഇവിടെ ഇന്റർവെൽ ടൈമിൽ ഒരു അരമണിക്കൂറിനടുത്ത് ആഡ്. ഞാൻ അടുത്ത സിനിമയ്ക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തത്, അപ്പൊ ലേറ്റ് ആയി. ബട്ട് പോട്ടെ, നമുക്ക് ബസൂക്കിനെ കുറിച്ച് പറയാം. സോ ബസൂക്ക ആക്ച്വലി ഒരു ന്യൂബി ഡയറക്ടർ എന്നുള്ള ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഗ്രേറ്റ് വർക്ക് തന്നെയാണ്. ഓക്കെ, സത്യം പറയാലോ. വിഷ്വൽസ് ആയാലും മേക്കിംഗ് ആയാലും ഭയങ്കര ഹൈ. സത്യം പറയാലോ, ഒരു ന്യൂബി ഡയറക്ടറാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ സത്യം വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും പക്ക ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഭയങ്കര സ്റ്റൈലൈസ്ഡ് സിനിമയാണ്. മീൻസ് തല്ലുമാല പോലെ ഉള്ളില് ഉള്ളിലേക്ക് നോക്കിയൊന്നും ഉണ്ടാവില്ല. ബട്ട് ഔട്ട് ഓഫ് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര സ്റ്റൈലൈസ്ഡ് ആയിട്ട് മേക്കിംഗ് കൊണ്ടും മ്യൂസിക് കൊണ്ടും ഭയങ്കര ടോപ്പിൽ നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് ബസൂക്ക. ആക്ച്വലി അടുത്തൊരു 10 വർഷത്തേക്ക് സ്റ്റാറ്റസ് ഇടാനുള്ള വകുപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് സിനിമയിൽ തന്നെ. ഇതൊക്കെ പറയുമ്പോഴും സിനിമയിൽ ചില സ്ഥലത്ത് കണ്ടിന്യൂറ്റി ഡീറ്റെയിലിംഗ് ഭയങ്കര കുറവായിരുന്നു. മീൻസ് എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ എവിടുന്നാലും സ്പോയിലേഴ്സ് ആണ്. സോ ഇത്രയൊക്കെ പോസിറ്റീവ് പറഞ്ഞാലും കണ്ടിന്യൂറ്റി ഡീറ്റെയിലിംഗ് ഭയങ്കര കുറവായിട്ടുണ്ട് എനിക്ക് തോന്നിയതാണ്. ബിക്കോസ് എക്സാമ്പിൾ ഞാൻ ഒരു സീൻ പറഞ്ഞുതരാം. സീൻ ബസ്സിനുള്ളിലാണ്. മമ്മൂട്ടി ഇരിക്കുന്നുണ്ട്, മറ്റേ കൈ ഇരിക്കുന്നുണ്ട്. സോ ബസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ബസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഷോട്ടിൽ അത് രാവിലെ ആയിരുന്നു. പെട്ടെന്ന് പുറത്തുനിന്നുള്ള ഷോട്ടിൽ രാത്രി. സോ എനിക്ക് അങ്ങനെ കുറച്ച് ഷോർട്സ് ഞാൻ കണ്ടു. അത് എനിക്ക് പിന്നെ ആ കുട്ടിയും മറ്റേ ഫസ്റ്റത്തെ ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ, കുട്ടിയും മോളും കൂടിയിട്ടുള്ളത്. അപ്പോൾ ആ കാർ ആക്സിഡന്റ് ആവില്ലേ, ആക്സിഡന്റ് ആവുമ്പോൾ ആ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കണ്ടാൽ നമുക്കറിയാം അത് ഡോളാന്നുള്ളത്. സോ ഒരു 2 സെക്കൻഡ് എക്സ്ട്രാ കയറ്റി കട്ട് ചെയ്തെങ്കിൽ ആ ഡോളാന്നുള്ളത് നമ്മൾ കാണില്ലായിരുന്നു. അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിലിങ് അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കായിരുന്നു. പിന്നെ മെയിനായിട്ട് എന്താ പറയാന്ന് വെച്ചാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. പിന്നെ കുറച്ചൊന്ന് ട്രിം ചെയ്യായിരുന്നു സിനിമ. മീൻസ് ഒരു രണ്ട് 2 മണിക്കൂർ 15 മിനിറ്റ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ലാഗ് ഇല്ലാണ്ട് പടം സെറ്റ് ആയേനെ. ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല, എന്താണെന്നറിയില്ല. ഈ തിയേറ്ററിൻ്റെ അതുകൂടി ഉണ്ട്. ബട്ട് സ്റ്റിൽ എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ആയില്ല. ഔട്ട് ഓഫ് ഒരു പടം എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോൾ ഇറ്റ്സ് എ ഗുഡ് മൂവി, ഗുഡ് വാച്ച് തന്നെയാണ്. എക്സ്പെരിമെന്റൽ ആയിട്ടല്ലേ, അത് കാരണം നമുക്ക് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇറ്റ്സ് എ വർത്ത് വാച്ച് യുവർ ടൈം. ഇവിടുന്ന് അങ്ങോട്ട് റേറ്റിംഗ് കൊടുക്കാമെന്ന് വിചാരിച്ചു. സോ ഐ എം ഗിവിങ് 3 out of 5 ഫോർ ദിസ് മൂവി. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ.